മുളാരിയായ ഫീല് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഫഅല യഫ്അലു, ഫഅല യഫ്ഇലു, ഫഅല യഫ്ഉലു എന്നൊക്കെ രൂപത്തിൽ വരാം. പിന്നെ ഫഇല യഫ്അലു, ഫഉല യഫ്ഉലു, അങ്ങനെ 5 രൂപത്തിൽ മുളാരിയായ ഫീല് വരാം. അതായത് ഫഅല യഫ്അലു എന്ന് പറഞ്ഞാൽ ഫതഹ യഫ്തഹു പോലെ, അതായത് ഐനുൽ ഫീലിന് അതിൻ്റെ രണ്ടാമത്തെ അക്ഷരത്തിന് പിന്നെ ഫതഹായിട്ട് ഇപ്പോൾ യഫ്അലു, ഇപ്പോൾ ഇവിടെ ഉള്ള മാതിരി ഫഅല യഫ്അലു, ഫതഹ യഫ്തഹു. ഇനി ഫഅല യഫ്ഇലു ആവും ഇതുപോലെ ലറബ യദ്രിബു പോലെ. ഇനി ഫഅല യഫ്ഉലു ആവും നസറ യൻസുറു പോലെ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഒരു ഫീലിനെടുത്തിട്ടാണ് ഇത് പരിചയപ്പെടുന്നത്. ഫഅല യഫ്അലു യഫ്ഇലു യഫ്ഉലു ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നെങ്കിലും നമ്മളിപ്പോൾ ലറബ യദ്രിബുവിനെടുത്തിട്ടാണ് മുളാരിൻ്റെ വിവിധ സീറകളെ പരിചയപ്പെടുന്നത്. യദ്രിബു എന്ന് പറഞ്ഞാൽ അവൻ അടിക്കുന്നു, ലറബ പറഞ്ഞാൽ അവൻ അടിച്ചു. ഇത് നമ്മൾ മുന്നത്തെ പാഠത്തിൽ പഠിച്ചതാണ്. അപ്പോൾ യദ്രിബു പറഞ്ഞാൽ അവൻ അടിക്കുന്നു, അതാണ് യദ്രിബു, അവൻ അടിക്കുന്നു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് രണ്ടാളാകണം, അവർ 2 പേരടിക്കുന്നു എന്നാണ് എന്താ ഈ യദ്രിബു എന്ന് ചെറിയ മാറ്റങ്ങൾ അല്ലേ. ഈ ലൊമ്മ പോകുന്നു, ആ സ്ഥാനത്ത് ഫതഹ് വരുന്നു, പിന്നെ ആനിയാണ് ചേർക്കുന്നത്. നമ്മൾ പറഞ്ഞ നേരത്തെ 2 ആളാകാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ആനിയാണ്. അപ്പോൾ യദ്രിബാനി, ഓക്കെ. അത് കുറേ ആളാകുമ്പോൾ വാവും നൂനാണ്. അപ്പോൾ എന്ത് ചെയ്യും, യദ്രിബു പൂന, യദ്രിബൂന, അവർ അടിക്കുന്നു, പുരുഷന്മാരാണ്ടതൊക്കെ. ഇനി അവളിലേക്ക് കിടക്കുകയാണ്, പെണ്ണാവുമ്പോഴത്തേയും ഈ യദ്രിബു തദ്രിബു ആയി മാറും. ഇതിന് തന്നെ വേറെ അർത്ഥം വരാണ്ട് അടുത്ത് തദ്രിബു അവൾ അടിക്കുന്നു. അപ്പോൾ യദ്രിബു എന്ന് നേരെ താ ആക്കി മാറ്റിയാൽ പെണ്ണിന് ഉപയോഗിക്കാം. അതിന് പെൺകുട്ടികൾ 2 ആളായിരുന്നു അവൾ, അതായത് ഇവിടെ ഇല്ലാതെ നമ്മൾ വേറെ ആളെ പറ്റി നേരിട്ട് പറയാതിരിക്കുമ്പോഴാണ് ഇത് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ തദ്രിബാനി, അവർ 2 സ്ത്രീകൾ അടിക്കുന്നു. പിന്നെ ഇനി അവർ പല സ്ത്രീകൾ, അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, യായിലേക്ക് തന്നെ മടങ്ങി, തായിലേക്ക് നിന്ന് യായിലേക്ക് തന്നെ മടങ്ങി. കാരണം അടുത്തൊരു സീറത് വരുമ്പോൾ അത് കൺഫ്യൂഷൻ ആകാതിരിക്കാനാണ് ഇങ്ങനെ ആക്കി മാറ്റി. അപ്പോൾ യദ്രിബിന, കുറേ സ്ത്രീകൾ, അവർ കുറേ സ്ത്രീകൾ അടിക്കുന്നു അല്ലെങ്കിൽ അടിക്കും. ഇനി വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പെണ്ണിന് അവിടെ തദ്രിബു അവൾ അടിക്കുന്നു എന്നർത്ഥം പറയുന്നത് പോലെ തന്നെ പുരുഷനും ആ തദ്രിബ് ഉപയോഗിക്കും. അപ്പോൾ അർത്ഥം മാറും, നീ എന്നായി മാറും, അവനല്ല. നമ്മളൊരാളുടെ നേരിട്ട് അഭിസംബോധന ചെയ്ത് പുരുഷനോടാണ് പറയുന്നത് തദ്രിബു, നീ അടിക്കുന്നു, അന്ത തദ്രിബു. അത് 2 ആളാകുമ്പോൾ തദ്രിബാനി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്ത് തദ്രിബു എന്നുണ്ട്, അത് മാറിയിട്ട് ഇത് ഫത്ഹായി അലിഫുന്നൂനും. ജമ്മാകുമ്പോൾ തദ്രിബൂന, ബഹുവചനാകുമ്പോൾ അതായത് നിങ്ങൾ അടിക്കുന്നു, പുരുഷന്മാരടിക്കുന്നു, നിങ്ങൾ പുരുഷന്മാർ. അപ്പോൾ നീ ഒരു സ്ത്രീ പുരുഷൻ അടിക്കുന്നു, നിങ്ങൾ 2 പുരുഷന്മാരടിക്കുന്നു അല്ലേ. പിന്നെ നിങ്ങൾ പല പുരുഷന്മാരടിക്കുന്നു. ഇനി പെണ്ണിനോട് നീ പറയുമ്പോൾ, നേരത്തെ നമ്മൾ അവൾ എന്നുള്ളതിനാണ് തദ്രിബു പറഞ്ഞത്, സ്ത്രീ, അവൾ സ്ത്രീ. ഇത് നീ ഒരു സ്ത്രീനോട് പറയാം, ഈ എന്താണ് അടിക്കുന്നു അല്ലേ, നീ കുട്ടികളെ അടിക്കുന്നു. അപ്പോൾ എന്താ തദ്രിബീന അങ്ങനെ പറയാം. അപ്പോൾ എന്തായി, ഇവിടെ ഈ ബാഇൻ്റെ ശേഷം യാ വന്നു, അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ കസ്റ് വന്നു, പിന്നെ ഇനി അത് 2 ആളാകുമ്പോൾ എന്താ തദ്രിബാനി, കുറേ ആളാകുമ്പോൾ തദ്രിബിന, നാത്തെ യദ്രിബിന എന്നല്ല, അപ്പോൾ അവർന്നേനും. ഇവിടെ താവും യാവും ഉള്ളൊരു വ്യത്യാസമാണ്, അവർന്നും നിങ്ങൾ എന്നായി മാറുന്നത്, നിങ്ങൾ പല സ്ത്രീകൾ. ഇനി അത് സ്വന്തത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്രിബു, ഞാൻ അടിക്കുന്നു, ഞാൻ അടിക്കുന്നു. അത് കുറേ ആൾക്കാരാകുമ്പോൾ നദ്രിബു, ഞങ്ങൾ അടിക്കുന്നു. ഇങ്ങനെ പരിശീലിച്ച് ഈ ആശയം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, മറ്റ് ഫീലുകൾ ഒക്കെ അതേപോലെ ചെയ്ത് പരിശീലിക്കുക. നല്ല പിന്നെ വളരെ വേഗത്തിൽ അത് വായിച്ച് പിന്നെ ചൊല്ലിപ്പഠിക്കുക. അങ്ങനെ ആയാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതുകൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ.